ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അതും അപൂർവമായി കിട്ടുന്ന വാഴക്കുടപ്പൻ വെച്ചിട്ട്. ഞങ്ങൾ വാഴക്കുടപ്പൻ എന്നാണ് പറയുന്നത്. മറ്റുള്ള പല നാട്ടിലേക്ക് പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിലർ വാഴക്കൊപ്ര എന്ന് പറയും, ചിലർ വാഴക്കൂമ്പ് എന്ന് പറയും. ഇനി മറ്റെന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ എന്തെങ്കിലും പേരുകൾ ഇതിനുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പലർക്കും ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം, ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അരിഞ്ഞെടുക്കണത് എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ പലരും ഇത് നശിപ്പിച്ച് കളയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ, ഇത് ഉപയോഗിക്കേണ്ട രീതി അറിയാതെ പലരും ഇത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. വളരെ പോഷകസമൃദ്ധമായ ഒരു സാധനമാണ് ഇത്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കൊച്ചു കുട്ടികൾക്ക് തൊട്ട് കൊടുക്കാനും പറ്റും. നല്ല സ്വാദിഷ്ടമായ സാധനമാണിത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് വാഴക്കുടപ്പൻ. ഇതിൻ്റെ ഈ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞിട്ടെടുത്ത് ഇതാണ് ഇങ്ങനെ. ഈ വൈറ്റ് ആകുന്നവരെ പൊളിച്ച് കളയണം. എന്നിട്ട് ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അത് ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ് ചോപ്പറിൽ എല്ലാവരുടെ അടുത്തും ചോപ്പർ ഉള്ളതാണല്ലോ. ചോപ്പറിൽ ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് വളരെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. രണ്ട് പ്രാവശ്യമായിട്ട് ചോപ്പറിലിട്ട് അത് ക്രഷ് ചെയ്തെടുക്കുക. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ക്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് പ്രാവശ്യമായിട്ട് അത് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ക്രഷ് ചെയ്തെടുത്തത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടണം. കാരണം ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും, ഡാർക്ക് കളർ വരും. ക്രഷ് ചെയ്തെടുത്തത് വെള്ളത്തിലേക്ക് ഇടുക. പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. ഇനി നമ്മളിത് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. നല്ലപോലെ കഴുകി കഴുകി നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുക. നന്നായി പിഴിഞ്ഞെടുക്കണം, വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അത് മുഴുവൻ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും പച്ചമുളകുമാണ്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിൽ 3 പച്ചമുളകാണ് എടുത്തത്. ഒരു വലിയ സവാള എടുത്തു. ഇത് രണ്ടും കൂടി ചോപ്പറിലിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ഈ ക്രഷ് ചെയ്തെടുത്ത സവാളയും പച്ചമുളകും കൂടെ നമ്മൾ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന ആ കുടപ്പനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടെ അതിലേക്ക് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും. വേപ്പിലയും പച്ചമുളകും സവോളയൊക്കെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും.
നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. ഇനി അടുത്തത് ഒരു ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇടുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇടുക. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അതിലേക്ക് എടുത്തിടുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ നമ്മൾ പിഴിഞ്ഞെടുത്തെങ്കിലും അതിൽ കുറച്ച് ജലാംശം ഉണ്ടാവും, അതെല്ലാം വറ്റി കിട്ടണം. നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല, മറ്റ് വേറെ ഒന്നും ചേർത്തിട്ടല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് വേവിക്കില്ല. ഇനി നമ്മളെ പിഴിഞ്ഞെടുത്തപ്പോൾ കുറച്ചൊക്കെ ജലാംശം അതിലുണ്ടാവും. ആ ജലാംശം വറ്റുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം ഈ പുടപ്പന് എന്തെങ്കിലും പശയുണ്ട്, അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇളക്കേണ്ടി വരും. കാരണം ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ഈ വെള്ളം നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരുപാട് നേരത്തെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനം ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഏകദേശം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം വന്നു തുടങ്ങി. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. പലർക്കും ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ലാത്ത കാരണം, ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ലാത്ത കാരണം പലരും ഇത് ഉപയോഗിക്കാറില്ല. വെറുതെ വേസ്റ്റാക്കി കളയാണ്. നമ്മുടെ പറമ്പിലൊക്കെയുള്ള വാഴകളിൽ ഇതുണ്ടാകുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല, അതൊക്കെ വേസ്റ്റാക്കി കളയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇത് നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. ധാരാളം പോഷക ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ വാഴക്കുടക്കം. ഈസിയായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, വെള്ളമൊക്കെ വറ്റി, അതാണ് അടിയിൽ പിടിച്ചിറങ്ങിയത്. വെള്ളമൊക്കെ വറ്റി നന്നായി കുക്കായിട്ടുണ്ട് ഇത്.
ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് നാളികേരമാണ്. ചിരകി വെച്ച് വെക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് നാളികേരം ചേർത്ത് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫയർ ഓഫാക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ആ ചൂട്ടിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്വാദിഷ്ടമായ തോരൻ തയ്യാറായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഈ പച്ചക്കറി കടകളിലൊക്കെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെയാണെങ്കിൽ ഇത് നല്ല റേറ്റാണ് ഇത് മേടിക്കാനായിട്ട്. ഇതെല്ലാവരും കിട്ടുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ളൊരു സാധനമാണ്. അതുപോലെ പോഷക സമൃദ്ധമാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതിൽ ലൈക്കും